ഹായ് സോൾ സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങളുടെ പേഴ്സണൽ കറണ്ട് ഫീലിംഗ് ആണ് കേട്ടോ. ടു ഓഫ് വാൻസാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് പെൻഡിക്കിൾ വന്നിട്ടുണ്ട്. കിങ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് പെൻഡിക്കിൾ വന്നിട്ടുണ്ട്. നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിങ് എങ്ങനെയാണെന്നുള്ളത്. ലൈറ്റിൻ്റെ അതുകൊണ്ടാണ് കാർഡ് കാണാൻ കഴിയാത്തത്, സോറി. അപ്പോൾ നോക്കാം. അതായത് നിങ്ങളുടെ വ്യക്തി ടു ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് അവർ നിങ്ങളാണ് ലോകം, നിങ്ങളാണ് ആ ഒരു വേൾഡ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ആക്ഷൻ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവർ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് വരികയാണ്. മാത്രമല്ല ഇപ്പോൾ അവർ ഖേദിക്കുന്നുണ്ട് നിങ്ങളെ വിട്ടു പോയതിന്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചിലപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിലാണെങ്കിൽ അവർ ഇപ്പോൾ ഖേദിക്കുന്നുണ്ട്. കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. അവർ എവിടേക്കോ നോക്കി നിൽക്കുകയാണ്. നിങ്ങളെ ആ ഒരു ഓർമ്മകളിൽ അവർ മുഴുകി നിൽക്കുകയാണ്. പിന്നെ നെഗറ്റീവ്സ് ഉണ്ട്, അതാണ് അവിടെ ഒരു നെഗറ്റീവ്സായിട്ട് കാണുന്നത്. പിന്നെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്, ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലൊരു ജസ്റ്റിസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ ജഡ്ജ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ജഡ്ജ്മെൻറ്റ് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളിൽ നിന്നും ജഡ്ജ്മെൻറ്റും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെന്താണ് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അവരെ കാണുന്നത്, അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതൊക്കെ അവർക്ക് അറിയണം. ഓക്കെ, മാത്രമല്ല ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൽ നിന്നൊരു സറണ്ടർ മൂഡിൽ അവർ ഇരിക്കുകയാണ്. ഒരു ജസ്റ്റിസ് വേണം അവർക്ക്. എന്താണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അവരെ എങ്ങനെയാണ് കാണുന്നത്, അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് അവരെ കാണുന്നത്, നിങ്ങളുള്ളിൽ എങ്ങനെയാണ് അവരെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അവർക്ക് കാണണം, അവർക്കറിയണം. അതിനുള്ള ജസ്റ്റിസ് അവർ തേടാണ്. മാത്രമല്ല അവർ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് നിങ്ങളെ. മാത്രമല്ല ഈ വ്യക്തിക്ക് മണിപരമായിട്ടുള്ള ഇഷ്യൂസും കാരണം അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവാം. പിന്നെ ഇമോഷൻസ് കുറേ ഉണ്ട്, ബട്ട് സ്റ്റിൽ അവർ ഈ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഒരു ഇമോഷൻസോ ഒന്നും കാണിക്കാതെ ഉള്ളിലെല്ലാം ഉണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി ഈ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇത് ചാരിറ്റാണ് വന്നിരിക്കുന്നത്. ചാരിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളിലേക്ക് വരണം. ഞാൻ എനർജിയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. ഓക്കെ, അതിനൊക്കെ ഒരു സൂചിപ്പിക്കുന്നൊരു കാർഡാണിത്. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരണം, പെട്ടെന്ന് നിങ്ങളിലേക്ക് സറണ്ടർ ആവണം. ടവർ മൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷനൊക്കെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്. ഓക്കെ, എന്താണ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജസ് എന്താണെന്ന് നോക്കാം. സോറി, കാർഡ് ഒന്നായിട്ട് ഇതായിട്ട് നോക്കാം. ഞാൻ 3 കാർഡ് എടുക്കും കേട്ടോ. 10 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. ആൻഡ് പേജ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ദ ഹെർമിറ്റും വന്നിട്ടുണ്ട്. ദ മെജിഷ്യനാണ് വന്നിട്ടുള്ളത്. മെജിഷ്യൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിനോട് നിങ്ങൾ ചോദിക്കുക
നിങ്ങൾ എന്താണോ അട്രാക്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വരുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അതായത് 10 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞാൽ അറിയാം, പ്രോസ്പിരിറ്റി, അബണ്ടൻസ്, അതൊക്കെയാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് വാൻസ്, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല. ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിട്ടായിരിക്കാം ഇരിക്കുന്നത്. ഹെർമിറ്റ് മൂഡിലെന്ന് പറയുമ്പോൾ ഒരു സന്യാസിയുടെ ലെവലിൽ നിങ്ങൾ ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലായിരിക്കാം നിങ്ങൾ കാണുന്നത്. എൻ്റെ ചുറ്റും എന്താ നടക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ ഇവിടെ പറയുന്നത്, അവർ പറയുന്നത്, അതായത് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്. അതാണ് മജീഷ്യൻ്റെ കാർഡ് ബോട്ടം ഔട്ടൊക്കെയായിട്ട് വന്നിട്ടത്. പേജ് ഓഫ് വാൻസ് വന്നിട്ട് നിങ്ങൾ എന്തും അട്രാക്റ്റ് ചെയ്യൂ, അത് നിങ്ങളിലേക്ക് തേടും. എന്താ പറയുക, എന്തൊരു വാക്കുണ്ടല്ലോ, നീ എന്ത് തേടുന്നുവോ അത് നിന്നെയും തേടുന്നു എന്ന് പറയുന്ന പോലെ, അതന്നെ സംഭവം. അപ്പം നിങ്ങളിലേക്ക് അത് അട്രാക്റ്റായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അത് നിങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു ആൾ. ലൈവിൽ വരാൻ ഞാൻ നോക്കാം. ബൈ.